ടു പെട്ടി അൺബോക്സിംഗ് പാർട്ട് 2. എന്നിട്ട് ഷീഗ്ലാമിന്റെ കോമ്പാക്ട് പൗഡർ ആണ്. ഇത് രണ്ടും ഫൗണ്ടേഷൻ ആണ്. ഇതൊരു പ്രൈമർ ആണ്. ഇത് രണ്ടും വന്നിട്ട് കൺസീലർ ആണ് കേട്ടോ. ഒരു മസ്കാരയാണ്. ഹൈബ്രോസും സെറ്റ് ചെയ്യാട്ടോ. മൂന്നും വന്നിട്ട് ഷീഗ്ലാമിന്റെ സ്റ്റെൻസിൽസ് ആണ് കേട്ടോ. നമ്മുടെ പിരികില്ലാത്തവർക്കൊക്കെ പിരികം വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു സംഭവമാണ്. ഇതിന്റെ കൂടെ തന്നെ ഹൈബ്രോ സെറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബ്രഷും ഉണ്ട് കേട്ടോ. ഈ രണ്ട് ബോക്സും ഷീഗ്ലാമിന്റെ തന്നെയാണ് കേട്ടോ. ബോക്സിൽ ലിപ് ലൈനറും ലിപ് ഗ്ലോസും ലിപ്സ്റ്റിക്കും ആണ് വരുന്നത്. മറ്റേ ബോക്സിൽ ഒരു സൈഡ് ലിപ്സ്റ്റിക്കും ഒരു സൈഡ് ലിപ് ലൈനറും ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബ്ലഷ് ആണ് കേട്ടോ. ഇതൊരു ഐഷാഡോ പ്ലസ് ഹൈലൈറ്റർ വരുന്ന ഒരു പാലറ്റ് ആണ് കേട്ടോ. ഈ ഒരു സാധനം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ലാസ്റ്റ് ഈ ഒരു സാധനമായിരുന്നു. ഇത് എനിക്ക് തുറന്നു നോക്കാനായിട്ട് ഭയങ്കര ഒരു ആക്രാന്തായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയാം. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു സ്കാർഫ് ആയിരുന്നു കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ഒക്കെ വരുന്ന ഒരു സ്കാർഫ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. എങ്ങനെ ഇടേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങോട്ട് സെറ്റ് ആക്കി അങ്ങോട്ട് ഇട്ട് നോക്കിയ സംഭവം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് എന്റെ ഈ ഒരു പെട്ടിയിലുള്ളത്. ഈ പെട്ടി എനിക്ക് തന്നിട്ടുള്ളത് നമ്മൾ അസാന്റെ വാപ്പിച്ചാണ്. വാപ്പിച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.